വലിയ നോമ്പിൽ 32-ാം ദിവസത്തെ ധ്യാന വിഷയം രക്ഷയുടെ കൂടാരം എന്നുള്ളതാണ്. ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ആണ്. സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമായിരിക്കെ സ്വമനസ്സ താണിറങ്ങി വന്ന് മനുഷ്യരോട് കൂടെ പാർക്കുകയും നമ്മെ സന്ദർശിക്കുകയും ചെയ്ത ദൈവമായ കർത്താവ് തന്നെ കാണുവാൻ ആഗ്രഹിച്ച് കാട്ടത്തി മരത്തിൽ കയറിയ സക്കായി എന്ന ചുങ്കക്കാരൻ്റെ വീട്ടിൽ പ്രവേശിച്ച്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി എന്ന് അരുളി ചെയ്യുകയും സക്കായിയെ രൂപാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തതാണ് ഇന്നത്തെ വേദഭാഗം. വലിയ നോമ്പ് ആത്മതപനത്തിൻ്റെയും ജീവിത വിശുദ്ധിയുടെയും രൂപാന്തരത്തിൻ്റെയും നാളുകളാണ്. രൂപാന്തരം സാധ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഈ വേദഭാഗം നമ്മെ മനസ്സിലാക്കുന്നു. ടാക്സ് കളക്ടർ എന്ന ജോലി മുഖാന്തരം സക്കായി എന്ന മനുഷ്യൻ എല്ലാവരാലും കുറ്റപ്പെടുത്തലുകൾക്ക് വിധേയനായിരുന്നവനും മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിച്ചവനും ആയിരുന്നു. എന്നാൽ സക്കായി രക്ഷയുടെ കൂടാരത്തിന് അവകാശിയായി തീരുവാൻ ഇടയായത് ഒന്നാമതായി കർത്താവിനെ കാണുവാനുള്ള അഭിവാഞ്ച അവനുണ്ടായി എന്നുള്ളതുകൊണ്ടാണ്. ജീവിത പ്രാരാബ്ധങ്ങളും പ്രതിബന്ധങ്ങളും കർത്താവിനെ കാണുന്നതിനുള്ള കാഴ്ച മറയ്ക്കുന്ന ലോക സാഹചര്യത്തിൽ യഥാർത്ഥമായി കർത്താവിനെ കാണുവാൻ സക്കായിയെ പോലെ ബദ്ധപ്പാടുകൾ സഹിപ്പാൻ നമുക്ക് ഇടയാകണം എന്ന് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമതായി കർത്താവിനെ സ്വീകരിപ്പാൻ സക്കായി തയ്യാറായി എന്നുള്ളതാണ്. കർത്താവിനായി തൻ്റെ ഭവനം അവൻ തുറന്നു കൊടുത്തു. കർത്താവിനെ സ്വീകരിപ്പാൻ നമ്മുടെ ഹൃദയവാതിലുകൾ തുറക്കപ്പെടേണ്ടത് ഏറ്റവും ആവശ്യം. മൂന്നാമതായി സക്കായി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി എന്നും നാം മനസ്സിലാക്കും. അന്യായമായി വാങ്ങിയിട്ടുള്ളത് തിരികെ കൊടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നത് സക്കായിയുടെ മനസ്സിനെ കർത്താവ് അംഗീകരിക്കും. തീർച്ചയായും ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുകയും വിട്ടുവീഴ്ചകൾക്ക് വിധേയമാവുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മെ സ്വീകരിക്കുകയും അവൻ്റെ രക്ഷയുടെ ഭവനത്തിന് അവകാശികളാക്കി തീർക്കുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. ഈ നോമ്പ് നാളുകളിൽ കർത്താവിൻ്റെ സഹനത്തിൽ പങ്കുകാരാകുന്ന നമ്മൾ കർത്താവിൻ്റെ രക്ഷയുടെ കൂടാരത്തിന് അവകാശികളായി തീരുവാൻ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറുള്ളവരും കർത്താവിനെ കാണുവാനുള്ള അഭിവാഞ്ചയോടുകൂടെ നമ്മുടെ രക്ഷകനായ കർത്താവിനെ സ്വീകരിച്ച് രൂപാന്തരത്തിൻ്റെ ശക്തി അനുഭവിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.